നമസ്കാരം. തമിഴകത്ത് BJP അധ്യക്ഷൻ കെ അണ്ണാമലയുടെ നേതൃത്വത്തിൽ നടക്കുന്ന എൺമണ്ണ് എൺമക്കൾ യാത്ര അതിന്റെ സമാപനത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഈ സമാപന ദിവസം, അതായത് ഫെബ്രുവരി 27-ാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി യാത്രയുടെ ഭാഗമാകുമെന്ന് BJPയുടെ സംസ്ഥാന അധ്യക്ഷനായ കെ അണ്ണാമലൈ അറിയിച്ചിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞത്, ഈ എൺമണ്ണ് എൺമക്കൾ യാത്ര തിരുപ്പൂരിൽ എത്തുമ്പോൾ, തിരുപ്പൂർ ജില്ലയിലെ പള്ളടം എത്തുമ്പോൾ അവിടെയാണ് മോദി പങ്കുചേരുക എന്നതാണ്. അങ്ങനെ മോദി വീണ്ടും ഒരിക്കൽ കൂടി തമിഴകത്തേക്ക് എത്തുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തന്നെയാണ് അണ്ണാമലൈ പങ്കുവച്ചിരിക്കുന്നത്. മോദി വീണ്ടും തമിഴകത്തേക്ക് എത്തുമ്പോൾ വീണ്ടും അവിടുത്തെ രാഷ്ട്രീയ ചർച്ചകൾ കൂടി സജീവമാകുന്നുണ്ട്. നമുക്കറിയാം, നിലവിൽ AIADMKയിലെ ഒരു വിഭാഗം BJPയുമായി കൈകോർത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് അറിയിക്കുന്ന കൂട്ടർ തന്നെയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എടപ്പാടി പളനിസ്വാമിയുടെ വിഭാഗമാണ്. O. പനീർശെൽവവും അണ്ണാമലയും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ O. പനീർശെൽവത്തിന്റെ MLA-മാരും ഒക്കെ BJPയുടെ കുറച്ച് കൂറ് കാണിക്കുന്ന ആളുകളുമാണ്. നിലവിൽ എന്തായാലും ഈ AIADMK BJP വടംവലിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. കാരണം മോദി ഈ ഒരു സന്ദർശനത്തിൽ എത്തുമ്പോൾ അവിടുത്തെ ചില പ്രധാനപ്പെട്ട ചെറു കക്ഷികൾ, പ്രത്യേകിച്ചും TTV ദിനകരന്റെ പാർട്ടി, അതിനോടൊപ്പം വിജയകാന്തിന്റെ പാർട്ടിയൊക്കെ NDAയിലേക്ക് കൊണ്ടുവരാനുള്ള ചില ചരടുവലികൾ അണിയറയിൽ നടക്കുന്നുണ്ട് എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തുകൊണ്ടാണ് സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായ ശശികല ഇടയ്ക്കിടയ്ക്ക് അകത്തു പോകുന്നതെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ NDAയുമായി ചേർന്ന് നിൽക്കുക എന്നുള്ളത് ഇവരുടെയൊക്കെ ഒരു രാഷ്ട്രീയ നിലനിൽപ്പിന്റെ ഭാഗം കൂടിയാണ്. ഈ ചെറു കക്ഷികളെ സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു തന്ത്രം BJP തമിഴകത്ത് പയറ്റാനിരിക്കുമ്പോൾ അതിനോടൊപ്പം അവിടെ മറ്റ് ചില ലക്ഷ്യങ്ങൾ കൂടി ഇവർക്കുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് 4 സീറ്റുകളിലെങ്കിലും വിജയിക്കുക എന്നത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ടാസ്കുകളിൽ ഒന്നാണ്. കോയമ്പത്തൂർ, കന്യാകുമാരി, തിരുപ്പൂർ ഉൾപ്പെടെയുള്ള 4 സീറ്റുകളാണ് ഈ BJP ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇതിനോടകം തന്നെ കോൺഗ്രസിന്റെയും AIADMKയുടെയും ചില നേതാക്കന്മാരുമായി, പ്രത്യേകിച്ചും 9 MLA-മാർ അടക്കമുള്ളവരുമായി BJP ചർച്ചകൾ നടത്തിയിട്ടുണ്ട് എന്നുകൂടി പറയപ്പെടുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷമോ അതിനു മുൻപോ ആയി പനീർസെൽവത്തിന്റെ MLA-മാരും ചെറു പാർട്ടികളും BJPക്കൊപ്പം ചേരുകയാണെങ്കിൽ BJP അവിടെ ഒരു മുഖ്യ പ്രതിപക്ഷമായി മാറാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഈ ഒരു സാധ്യത മുന്നിലുള്ളതുകൊണ്ട് തന്നെയാണ് AIADMKയുമായി ഒരു കോംപ്രമൈസിനില്ല എന്ന് പലവട്ടം അണ്ണാമലൈ ആവർത്തിച്ച് പറയുന്നതും. എന്തായാലും മോദി വരുന്നത് വെറുതെ ആവില്ല. അണിയറയിൽ കൃത്യമായ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ചെറുപാർട്ടികൾ അനവധിയുള്ള തമിഴകത്ത്, ചെറുപാർട്ടികൾ എന്ന് പറയുമ്പോൾ അതിനൊന്നും സ്വാധീനം കുറവാണെന്ന് ധരിക്കരുത്. മിക്ക വിഭാഗങ്ങൾക്കിടയിലും സമുദായ ശക്തികൾക്കിടയിലാണെങ്കിലും വലിയ പ്രാധാന്യം ഈ ചെറുപാർട്ടികൾക്കുണ്ട്. വിജയകാന്തിൻ്റെയൊക്കെ സംസ്കാര ചടങ്ങുകളിൽ തമിഴകം അത് കണ്ടതാണ്. സജീവമല്ലാതിരുന്നിട്ട് കൂടി അദ്ദേഹം മരിച്ചപ്പോൾ അത്രയധികം ആളുകൾ അവിടെ ചെന്നത് താരാരാധന കൊണ്ട് മാത്രമല്ല, മറിച്ച് ആ പാർട്ടി അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സൽപ്പേര് കൊണ്ട് കൂടി തന്നെയാണ്. ഇതിനെയൊക്കെ മുതലെടുക്കുക എന്നത് BJPയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിൽ നിന്നും സീറ്റ് ഉറപ്പിച്ചേ മതിയാവൂ BJPക്ക്. കർണാടക BJPക്ക് പ്രതീക്ഷ നൽകുന്നുണ്ട് എങ്കിൽ പോലും തമിഴകത്തും കേരളത്തിലും ഒക്കെ സീറ്റ് പിടിക്കേണ്ടത് അനിവാര്യതയാണ്. പ്രത്യേകിച്ചും മോദി നേരിട്ട് ഇവിടെയൊക്കെ ഇടപെടലുകൾ നടത്തുമ്പോൾ, ഇവിടെയൊക്കെ സന്ദർശനം നടത്തുമ്പോൾ BJPക്ക് ഇത് ദേശീയ തലത്തിൽ തന്നെ ഒരു അഭിമാന പ്രശ്നമാണ്. അതുകൊണ്ട് തന്നെയാണ് മോദി എത്തുമ്പോൾ കളി മാറും എന്ന് തമിഴകം ഒന്നടങ്കം പറയുന്നത്. എന്തായാലും ഈ നീക്കം നടത്തുന്നത് കേന്ദ്രം നേരിട്ടാണ് എന്നുള്ളതും വളരെ ശ്രദ്ധേയമാണ്. കാരണം BJP നേതാക്കൾക്കിടയിലും AIADMK നേതാക്കൾക്കിടയിലും ഒക്കെ അധികാര വടംവലി ശക്തമാണ്. പ്രത്യേകിച്ചും അണ്ണാമലയ്ക്കെതിരെ പോലും ചില BJPയുടെ നേതാക്കളൊക്കെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. അണ്ണാമലൈ തങ്ങളെ ഓവർലാപ്പ് ചെയ്ത് മുന്നിൽ നിൽക്കുന്നു, തങ്ങളാണ് സീനിയേഴ്സ് എന്നുള്ള രീതിയിലുള്ള ചില അധികാര തർക്കങ്ങളൊക്കെ അവിടെയും നിലനിൽക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം മുന്നിൽ കണ്ടുകൊണ്ടാണ് കേന്ദ്രം നീങ്ങുന്നത്. അതുകൊണ്ട് തന്നെയാണ് മോദി 27-ാം തീയതി നേരിട്ട് തിരുപ്പൂരിലെത്തുന്നത്, ഈ പദയാത്രയുടെ ഭാഗമാവുന്നത്. അന്ന് അവിടെ അദ്ദേഹം എന്ത് സംസാരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമോ എന്ന് തന്നെയാണ് തമിഴകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് CCTV മലയാളം.